to day 2 of our 5-video 20 meta metrics series. Day 1-ൽ നമ്മൾ ഫോക്കസ് ചെയ്തത് ആഡ് പ്രോപ്പർലി ഡെലിവറി ആകുന്നുണ്ടോ എന്നതാണ്. Day 2-ൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ആളുകൾ ആഡ് നോട്ടീസ് ചെയ്യുന്നതും ക്ലിക്ക് ചെയ്യുന്നതും എങ്ങനെ മെഷർ ചെയ്യാം എന്നതാണ്. CTR, ക്ലിക്ക് ത്രൂ റേറ്റ്. CTR എന്ന് പറയുന്നത് ആഡ് കാണിച്ച ഇംപ്രഷൻസിൽ നിന്ന് എത്ര ശതമാനം ക്ലിക്സ് ഉണ്ടായി എന്നതാണ്. CTR ഹൈ ആണെങ്കിൽ ക്രിയേറ്റീവ് റെലവെന്റ് ആണ്, ഓഡിയൻസ് ഇൻട്രസ്റ്റ് കറക്റ്റ് ആണ്. CTR ഒരു ആഡ് ക്വാളിറ്റി സിഗ്നൽ ആണ്, റിസൾട്ട് ഗ്യാരണ്ടി അല്ല. CPC, കോസ്റ്റ് പെർ ക്ലിക്ക്. CPC എന്നത് ഒരു യൂസർ ക്ലിക്ക് ചെയ്യുന്നതിന് എത്ര കോസ്റ്റ് ആയി എന്നതാണ്. CPC ഹൈ ആകാൻ പോസിബിൾ റീസൺസ്: ആഡ് ഓപ്ഷനിൽ കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും, CPM ഹൈ ആയിരിക്കും, ടാർഗറ്റ് ചെയ്ത ഓഡിയൻസ് കോസ്റ്റ്ലിയർ ആയിരിക്കും. ലിങ്ക് ക്ലിക്സ്. ലിങ്ക് ക്ലിക്സ് എന്നത് ആഡിലുള്ള ലിങ്കിൽ എത്ര പേര് ക്ലിക്ക് ചെയ്തു എന്നതാണ്. ലിങ്ക് ക്ലിക്സ് കാണിക്കുന്നത് ആഡ് കോപ്പി അഥവാ ക്രിയേറ്റീവ് ക്ലിക്ക് അട്രാക്ട് ചെയ്തോ, യൂസറിന് ഇനീഷ്യൽ ഇന്റന്റ് ഉണ്ടോ ഇല്ലയോ എന്നതൊക്കെയാണ്. എൻഗേജ്മെന്റ് മെട്രിക്സ്. എൻഗേജ്മെന്റ് മെട്രിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ലൈക്ക്, കോമെന്റ്സ്, ഷെയർ, സേവ്സ് പോലത്തെ ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ററാക്ഷൻ ലെവൽ മെഷർ ചെയ്യാനാണ്. വീഡിയോ വ്യൂസ് അഥവാ ട്രൂ പ്ലേ. വീഡിയോ വ്യൂസ് മെട്രിക്സ് ഉപയോഗിക്കുന്നത് ആഡിന്റെ വീഡിയോ കോണ്ടന്റ് യൂസേഴ്സ് ശ്രദ്ധിച്ചോ എന്ന് മെഷർ ചെയ്യാനാണ്. വീഡിയോ വ്യൂസ് ലോ ആണെങ്കിൽ വീഡിയോയുടെ ഫസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് സ്ട്രോങ് അല്ല, ഓപ്പണിംഗ് ഹുക്ക് ഇംപ്രൂവ് ചെയ്യണം. ത്രൂ പ്ലേ എന്നത് വീഡിയോ മിനിമം 15 സെക്കൻഡ്സ് അല്ലെങ്കിൽ ഫുൾ ഷോർട്ട് വീഡിയോ വാച്ച് ചെയ്ത യൂസേഴ്സിന്റെ കൗണ്ട് ചെയ്യുന്നതാണ്. ത്രൂ പ്ലേ യൂസേഴ്സ് കോണ്ടന്റ് കണ്ടിന്യൂ ചെയ്ത് കാണാനുള്ള ഇൻട്രസ്റ്റ് കാണിച്ച ഓഡിയൻസ് ആണ്. റീടാർഗറ്റിംഗിന് യൂസ്ഫുൾ ആയ 6 ഓഡിയൻസ് സെഗ്മെന്റ് ആണ്. കസ്റ്റം മെട്രിക്, തം സ്റ്റോപ്പ് റേഷ്യോ അഥവാ ഹൂക്ക് റേഷ്യോ. തം സ്റ്റോപ്പ് റേഷ്യോ മെറ്റ ഡിഫോൾട്ട് മെട്രിക് അല്ല, ഇതൊരു കസ്റ്റം കാൽക്കുലേഷൻ ആണ്. തം സ്റ്റോപ്പ് റേഷ്യോ കാണിക്കുന്നത് സ്ക്രോൾ ചെയ്യുമ്പോൾ യൂസേഴ്സ് വീഡിയോയിൽ സ്റ്റോപ്പ് ചെയ്തോ ഇല്ലയോ, വീഡിയോയുടെ ഓപ്പണിംഗ് ഹുക്ക് എഫക്റ്റീവ് ആണോ അല്ലയോ. Day 2-ലെ മെട്രിക്സ് ആൻസർ മെയിൻലി യൂസ് ചെയ്യുന്നത് ആഡ് അട്രാക്റ്റീവ് ആണോ, പീപ്പിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ, CTR, CPC, എൻഗേജ്മെന്റ് ഒറ്റയ്ക്കല്ല, ടുഗദർ അനലൈസ് ചെയ്യണം.